അങ്ങനെ തലയിൽ താഴ്ത്തി വാലും ചുരുട്ടി പോകുന്നവരല്ല എന്ന് തെളിയിച്ചു കൊടുക്കേണ്ട 9-ാം തീയതിയാണ് കടന്നു വരുന്നത്. പ്രിയമുള്ളവരെ, പെരിന്തൽമണ്ണക്കാരനല്ലാത്ത പ്രിയപ്പെട്ട പെരിന്തൽമണ്ണക്കാരല്ല, വിരുന്നുകാരനായി വന്ന് വീട്ടുകാരനേക്കാളേറെ നമ്മുടെ ഹൃദയത്തിൽ നജീബ് കാന്തപുരം. ഞാൻ ആ നജീബ് കാന്തപുരം എന്ന നമ്മുടെ സ്ഥാനാർത്ഥിയെ, നമ്മുടെ MLA-യുടെ മറ്റൊന്ന് രണ്ട് കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ചെലുത്താൻ, 10 വർഷത്തെ ഭരണത്തിന്റെ വികലതകളെ കുറിച്ച് അനുഭവിച്ചവരെന്ന നിലക്ക് ജീവൻ തന്നെ ആശ്രയിച്ചു നിൽക്കുന്നത്, സാമൂഹിക, സാമ്പത്തിക, സാംസ്കാരിക ജീവിതം തന്നെ ആശ്രയിച്ചു നിൽക്കുന്നത് ഗൾഫിലാണ്. പ്രിയപ്പെട്ടവരെ, ഞാനിത് പറയുമ്പോഴും എന്റെ മനസ്സ് വിങ്ങുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളുമായി സംസാരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് വിങ്ങുന്നുണ്ട്. എന്റെ മകൻ അവിടെയാണ്, എന്റെ വാപ്പ അവിടെയാണ്, എന്റെ സഹോദരൻ അവിടെയാണ്. ദാദാ, നീ അവിടുത്തെ പ്രശ്നങ്ങൾ വേഗം തീർത്തു കൊടുക്കണേ എന്ന് നിങ്ങൾ 5 വക്ത് നിസ്കരിക്കുമ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ടാവും. നമ്മുടെ ഒരു കുടുംബത്തിലെ നാഥൻ മരിച്ചു പോകുന്നു. നമ്മളെല്ലാവരും, നമ്മുടെ അയൽവാസികളും നാട്ടുകാരും ഒക്കെ, എന്ത് വിഷയം അയൽവാസികളോ ആരൊക്കെ ഉണ്ടെങ്കിൽ കൂടി ഒരു മരണം സംഭവിച്ചാൽ നമ്മൾ അവിടെ പോയി ഒരു അനുശോചനം രേഖപ്പെടുത്തുക എന്നുള്ളത് മനുഷ്യത്വമുള്ള മനുഷ്യന്റെ സാംസ്കാരിക ചിഹ്നത്തിന് ഏറ്റവും ഉദാത്തമായ ഉദാഹരണമാണ്. ഇറാനിലെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാമനിയെ അമേരിക്കയും ഇസ്രായേലിന്റെയും സേന, ഷിയോണിസ്റ്റ് സേന വെടിവെച്ച് ബോംബിട്ട് കൊന്നപ്പോൾ അതിന്റെ കാരണത്തിലേക്ക് പോകുന്നേയില്ല. പക്ഷേ പാരമ്പര്യ പൈതൃകത്തെ സംരക്ഷിക്കാനുള്ള ഒരു ദിനമായി, ഒരു അവകാശമായി കണ്ട് ആ വോട്ടവകാശം വിനിയോഗിച്ച് പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിന്റെ ജനപ്രതിനിധി ഒരു വികസനത്തിന്റെ വിപ്ലവം ഞങ്ങൾ 10 വർഷമായി ഈ കൊച്ചു കേരളത്തിൽ നടപ്പാക്കിയിട്ടുണ്ട്. വോട്ട് നൽകണമെന്ന്. ഐക്യജനാധിപത്യ മുന്നണിയാണെങ്കിൽ നമുക്കറിയാം, ഇന്ത്യൻ ലോകസഭയിലെ പ്രതിപക്ഷ നേതാവ് കൂടിയായിട്ടുള്ള രാഹുൽ ഗാന്ധി നമ്മെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വല വിജയം നമ്മൾ ഇമ്മിരുവിന് സമർപ്പിച്ചിട്ടുള്ള ആ ഒരു അഭിമാനത്തോടു കൂടി തന്നെയാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ വോട്ട്, ഈ വാർഡിലെ വോട്ടുകൾ ഒരുപാട് CPM വോട്ടുകൾ കൊണ്ട് നിറച്ച് അനർഹമായിട്ട് ഈ വാർഡ് CPM ആദ്യത്തെ 10 MLA-മാരുടെ കൂട്ടത്തിൽ ഈ 38 വോട്ടിന് ജയിച്ച നജീബ് കാന്തപുരം ഉണ്ടായിരുന്നു എന്നത് അദ്ദേഹം ചെയ്ത വികസന പ്രവർത്തന നേട്ടങ്ങൾ ഒന്നുകൊണ്ട് മാത്രമാണ്. കേരളത്തിലെ ഏറ്റവും മികച്ച MP-മാരിലൊരാളായിട്ടുള്ള ഷാഫി പറമ്പിൽ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ട്. കാന്തപുരം, നിങ്ങൾ 38 വോട്ടിന്റെ ലീഡല്ലേ എന്ന് പല ആളുകളും നമ്മെ കുറ്റപ്പെടുത്തുന്നുണ്ട്. നമ്മളെ കളിയാക്കാനുള്ള അവസരമായിട്ടാണ് ഈ തിരഞ്ഞെടുപ്പ്. നമ്മുടെ കുടുംബങ്ങളിൽ അനാഥമാക്കപ്പെടുന്ന കുട്ടികൾക്ക് സ്കൂളിലെ പഠനകാലത്ത് ധനസഹായം കൊണ്ടിടക്ക് നമ്മുടെ കറന്റ് ചാർജ് 5 തവണ, നിത്യരോഗികളായ ആളുകൾക്ക് ചികിത്സ ധനസഹായം ലഭിക്കുമായിരുന്ന കാരുണ്യ ബെനവലന്റ് ഫണ്ട് നിർത്തലാക്കിയ പിണറായി ഗവൺമെന്റിനെതിരെ വോട്ട് രേഖപ്പെടുത്താനുള്ള അവസരമായിട്ടാണ് നമ്മുടെ വോട്ടുകളെ നമ്മൾ വിനിയോഗിക്കേണ്ടത്. ഇവിടുത്തെ തൊഴിലില്ലാത്ത യുവതി യുവാക്കളെ നോക്കുകുത്തികളാക്കി 2.5 ലക്ഷം പേർക്ക് പിൻവാതിലൂടെ സ്വന്തക്കാർക്ക് നിയമനം നൽകിയ അഴിമതിക്കാരായ പിണറായി ഗവൺമെന്റിനെതിരെയാണ് വോട്ട് ചെയ്യാനുള്ള അവസരമായിട്ട് നമ്മൾ ഈ തിരഞ്ഞെടുപ്പിനെ വിനിയോഗിക്കേണ്ടത്. ഈ തിരഞ്ഞെടുപ്പിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 38 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് പകരം കേരളത്തിന്റെ നിയമസഭയിൽ 100 വോട്ടിന്റെ 100 സീറ്റിന്റെ ലീഡ് നേടി ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിലെ തിളക്കമാർന്ന വിജയത്തോടെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നൽകുന്ന MLA-മാരുടെ കൂട്ടത്തിൽ പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിന്റെ MLA പ്രിയങ്കരനായ നജീബ് സാഹിബ് അതിന്റെ മുൻപന്തിയിൽ ഉണ്ടാകണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇവിടുത്തെ ദൃശ്യമാധ്യമങ്ങളായ റിപ്പോർട്ടർ ചാനലിന് റിപ്പോർട്ട് പുറത്തുവിട്ടതുപോലെ, ഏഷ്യാനെറ്റ് റിപ്പോർട്ട് പുറത്തുവിട്ടതുപോലെ, മീഡിയ വൺ റിപ്പോർട്ട് പുറത്തുവിട്ടതുപോലെ കേരളത്തിൽ വെള്ളം നിറച്ചുകൊണ്ട് വോട്ടുകൾ ഉൾപ്പെടെ
നമ്മുടെ UDF ബഹുമാന്യരായ നേതാക്കന്മാർ, എൻ്റെ ഇവിടുത്തെ കാരണവന്മാർ, അതുബാജി അടക്കമുള്ള നമ്മുടെ പ്രിയപ്പെട്ടവർ, സ്നേഹനിധികളായ സഹോദരിമാരെ, എൻ്റെ കുട്ടികളെ, ബഹുമാന്യരെ, നമ്മള് കഴിഞ്ഞ 5 വർഷക്കാലം ഒരുപാട് പരിമിതികളിൽ നിന്ന്, അവഗണനകളിൽ നിന്ന്, വളരെ പ്രതിപക്ഷത്തുള്ള MLA-മാരെ നോക്കി വെച്ച് വെട്ടുന്നതിൽ നിന്ന് ഏറ്റവും വൈദഗ്ധ്യം നേടിയ ഒരു സർക്കാരിന്റെ കാലമായിരുന്നു. അത് അവസാനിക്കുകയാണ്. ഇനി നമുക്ക് പരിഗണനയുടെ കാലം തുടങ്ങുകയാണ്. ഐക്യജനാധിപത്യ മുന്നണി 100-ലേറെ സീറ്റുമായി അധികാരത്തിൽ വരുമ്പോൾ നിങ്ങൾ എഴുതി തന്നാൽ മതി, അത് മുഴുവനും നടപ്പാക്കുന്ന ഒരു ഗവൺമെന്റാണ് അധികാരമേൽക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഇവിടെ എൻ്റെ മുമ്പിൽ ഈ ഒരു വിഷയം വളരെ നേരത്തെ തന്നെ ബോർഡിന്റെ കാര്യം ഇവിടെ അറിയിച്ചു. ബഹുമാന്യനായ നാസർ മാഷ് ഇപ്പോൾ ആവർത്തിച്ചു. എനിക്കറിയാം നമ്മുടെ നാട്ടിൽ ഏറ്റവും ശക്തമായി പാർട്ടിക്ക് അടിവേരുള്ള ഒരു പ്രദേശത്ത് അത് നമുക്ക് നടപ്പാക്കാൻ കഴിയാത്തത് ഈ 2026 തന്നെ നമുക്ക് ആദ്യത്തെ ഫണ്ടിൽ തന്നെ BM&BC ആയി നമ്മുടെ റോഡ് നവീകരിക്കാനുള്ള ഫണ്ട് മാറ്റിവെക്കാം. അതിൽ യാതൊരു സംശയവും വേണ്ട. പിന്നെ നിങ്ങൾ പള്ളിന്റെ മുമ്പിലുള്ള നമ്മുടെ ലോവാ സ്ലേറ്റിന്റെ കാര്യമാണ് പറഞ്ഞത്. ഇത്തവണ ഞാൻ ആഗ്രഹിക്കുന്നത്, അത് മണ്ഡലം UDF കമ്മിറ്റിയോട് അഭ്യർത്ഥിക്കുന്നത്, നമുക്ക് 1 കോടി രൂപ ഇത്തവണ ഫുള്ളായിട്ട് ലൈറ്റിന് മാറ്റി വെക്കണം. എല്ലായിടത്തും വെളിച്ചമില്ലാത്ത എല്ലാ സ്ഥലത്തും വെളിച്ചം വെപ്പിക്കാൻ നമുക്ക് ആ ഒരു ഫണ്ട് ഉപയോഗിക്കാം എന്നുള്ളത് കൂടിയാണ് അതിൽ ആദ്യത്തെ പരിഗണന. ഇപ്പൊ അത് വന്നതിന്റെ ലിസ്റ്റിൽ ഉണ്ടല്ലേ, ഇത് അമയിലെ കാപ്പറമ്പിലെ ലിസ്റ്റിൽ ഓൾറെഡി ഉണ്ട്. അതിപ്പോ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞ 3 കൊല്ലമായി ഇവിടുത്തെ കോൺട്രാക്ടർമാരെങ്കിലും ഉണ്ടെന്ന് ചോദിച്ചാൽ അറിയാം, ഒരു പണിയും കോൺട്രാക്ടർമാർ എടുക്കാൻ തയ്യാറാകുന്നില്ല. കാരണം അവര് ലോൺ എടുത്തും മോഡി എടുത്തുകൊണ്ടാണ് വർക്ക് ചെയ്യുന്നത്. അത് 3 കൊല്ലം കഴിഞ്ഞും 4 കൊല്ലം കഴിഞ്ഞും കിട്ടാത്ത ഒരുപാട് പണി. ഈ വെയിറ്റ് വെക്കുന്നവർക്കാണെങ്കിൽ 3 കൊല്ലമായിട്ട് പൈസ കിട്ടിയിട്ടില്ല. അങ്ങനെയെല്ലാമുള്ള പ്രതിസന്ധികൾ തരണം ചെയ്യാനുള്ള സാമ്പത്തിക നമ്മളുടെ മന്ത്രിസഭയിൽ അധികാരമില്ല. പിണറായി വിജയൻ ആകെയുള്ള പൈസ ബോർഡ് വെക്കാനാ വെച്ച്. നിങ്ങൾ കണ്ടില്ലേ, ഇറങ്ങുന്ന മുഴുവൻ സ്ഥലത്തും മൂപ്പര ഫോട്ടോ ആണ്. അപ്പൊ ഈ ഫോട്ടോ വന്നുകൊണ്ടുള്ള ഗുണം എന്ന് വെച്ചാൽ മനുഷ്യന്മാർക്ക് മുഴുവൻ ദേഷ്യം പിടിച്ചിട്ട് നമുക്ക് വോട്ട് കുറച്ച് കൂടും. ഏതായാലും എല്ലാവരോടും വോട്ട് ചോദിക്കുന്നു. നന്ദി, നമസ്കാരം. മനസ്സിലാണോ? മനസ്സിലായില്ലേ? പിന്നെ മൂപ്പത്തേക്ക് മനസ്സിലാവാറ്. 5 കൊല്ലം മുമ്പ് നിങ്ങളൊക്കെ സഹായിച്ചപ്പോ അവിടെ എല്ലാവരും ഉണ്ട്.